ഹായ്, നമ്മുടെ MAT 101 അല്ലെങ്കിൽ MA 101 2019 സ്കീം ഫസ്റ്റ് സെം മാത്സ്, 2015 സ്കീമിലെ ഫസ്റ്റ് സെം മാത്സ് രണ്ടിലെയും സെക്കൻഡ് മോഡ്യൂളിന്റെ 4ാമത്തെ വീഡിയോ ആണ് ഇത്. അടുത്ത ടോപ്പിക്കാണ് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. എന്താണ് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്? അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ f(x, y) ഈസ് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് x ആൻഡ് y. ഇതിന്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് fxഉം fy-യും. അതായത് fx എന്ന് പറഞ്ഞാൽ എന്താണ്? ∂f/∂x. fy എന്താണ്? ∂f/∂y. ഇത് രണ്ടിന്റെയും പേരെന്താണ്? ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇനി ഹയർ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സെക്കൻഡ് ഓർഡർ നോക്കാം. സെക്കൻഡ് ഓർഡർ എന്ത് വരും? ഇതിന് ഒരിക്കൽ കൂടെ എക്സിന് എടുക്കുക. അതായത് ∂/∂x ഓഫ് ഈ ∂f/∂x. അപ്പൊ ഒരിക്കൽ എക്സിന് എടുത്താലും വീണ്ടും ഒരിക്കൽ കൂടെ എക്സിന് എടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ∂2f/∂x² എന്നാണ്. ഇതൊരു സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ∂2f/∂x² എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഇത് നമുക്ക് fxx എന്ന് പറയാം. fxx ഫസ്റ്റ് ഓർഡർ എന്താണ്? എഫിന്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് fx. സെക്കൻഡ് ഓർഡർ എന്താണ്? fxx. എഫിന് 2 തവണ എക്സിന് ഡെറിവേറ്റീവ് എടുത്തു. അടുത്ത എന്താണ്? ഇതേപോലെ ∂/∂y ഓഫ് fy ∂f/∂x ചെയ്യാലോ. ഇതെന്താണ്? ∂f/∂x വീണ്ടും ഒരിക്കൽ കൂടെ ∂/∂y. അതായത് ∂2f/∂y/∂x ആണ്. ഇതെന്താണ്? fyx ആണ്. fyx ആണ്. ഇതും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഒരിക്കൽ എക്സ് ചെയ്തതിനെ വീണ്ടും വൈക്ക് ചെയ്തു. ഇനി ഒരെണ്ണം കൂടെ ഉള്ളത് ∂/∂y ഓഫ് ∂f/∂x ∂y ചെയ്യാലോ. ∂f/∂y-ന് ∂f/∂y ചെയ്യാലോ. എന്താണ്? ∂f/∂y-ന് ഒരിക്കൽ കൂടെ ∂/∂y ചെയ്യുമ്പോഴത്തേക്ക് ∂2f/∂y2 എന്താണ്? fyy ആണ്. ഇതും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. fyy എന്താണ്? എഫിന് 2 തവണ വൈക്ക് ഡെറിവേറ്റീവ് എടുക്കുന്നു. ഇനി ഒരാളും കൂടെ ഉണ്ട്. അതായത് ∂f/∂y-ന് ഒരിക്കൽ കൂടെ എക്സ് ഇനി ∂f/∂y-ന് ഒരിക്കൽ കൂടെ എക്സ് ∂/∂x. അപ്പൊ എന്ത് വരും? ∂2f/∂x ∂y ആണ്. ഇതായത് fxy ആണ്. അങ്ങനെ 4 സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. പക്ഷെ ഇത് രണ്ടും ഈക്വൽ ആണ്. fxy-യും fyx-ഉം ഈക്വൽ ആണ്. fxy തന്നെയാണ് fyx. അതായത് ആദ്യം എക്സിന് ഡെറിവേറ്റീവ് എടുത്തിട്ട് പിന്നെ വൈക്ക് എടുത്താലും ആദ്യം വൈക്ക് എടുത്തിട്ട് പിന്നെ എക്സിന് എടുത്താലും രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് 4 എണ്ണം ഉണ്ട്. അത് 2 എണ്ണം ഈക്വൽ ആണ്. അപ്പൊ ഇനി തേർഡ് ഓർഡർ ആണെങ്കിൽ എന്ത് വരും? ഇവിടെ ∂3. ഫോർത്ത് ഓർഡർ ആണെങ്കിലോ ∂4f. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 24th ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണണം. fxy അറിയാം. fxy എന്താണ്? x² പ്ലസ് x⁴y എന്നാണ്. നമുക്ക് ഇവിടുന്ന് സെക്കൻഡ് ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഫസ്റ്റ് ഓർഡർ കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ. ആദ്യം എന്ത് വേണം? ∂f/∂x കാണണം. ∂f/∂x എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് x²-നെ 2xy³ പ്ലസ് x⁴-ന് 3x³ ഇനി എന്താണ്? ∂f/∂y എന്താണ്? ∂f/∂y വിത്ത് റെസ്പെക്ട് y എടുക്കുമ്പോൾ x² × y³ 3y² പ്ലസ് x⁴y-ന് x⁴. അപ്പൊ 2 ഫസ്റ്റ് ഓർഡറും കഴിഞ്ഞു. ഇനി എന്താണ്? ∂2f/∂x² എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എക്സിന് ചെയ്തില്ലേ അതിനെ ഒരിക്കൽ കൂടെ എക്സിന് ചെയ്യുമ്പോഴത്തേക്ക് 2xy³ എക്സിന് 1 ആണ്. അപ്പൊ 2y³ കോൺസ്റ്റന്റ്. 2y³ പ്ലസ് 3y കോൺസ്റ്റന്റ് ആണ്. x³ എന്ത് വരും? 3x² എന്നും വരും. അപ്പൊ അതെന്താണ്? 2y³ പ്ലസ് 9x²y എന്ന് കിട്ടും. അടുത്തത്
ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ആണ്. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ എന്താണ്? ഈ ഡോ എഫ് ബൈ ഡോ വൈനെ ഒരിക്കൽ കൂടെ വൈക്ക് ചെയ്യുക. അപ്പൊ 3x സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. 3x സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയറിന് 2y എന്ന് വരും. പ്ലസ് എക്സ് റൈസ് ടു 4 വിത്ത് റെസ്പെക്ട് വൈ എടുക്കുമ്പോൾ 0 ആണ്. അപ്പൊ എന്താണ്? 6x സ്ക്വയർ വൈ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്തപ്പോഴേ ഒരു തെറ്റ് വന്നു. എന്താണ്? എക്സ് റൈസ് ടു 4ന് 4x ക്യൂബ് ആണ്, 3x ക്യൂബ് അല്ല. 4x ക്യൂബ് വേറെ തെറ്റിയോ? ഡോ എഫ് ബൈ ഡോ വൈ എടുത്തപ്പോഴേ അത് വൈക്ക് ആയതുകൊണ്ട് അവിടെ തെറ്റ് വന്നില്ല. അപ്പൊ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എടുക്കുമ്പോഴേ ഇവിടെ 4 അല്ലേ? അപ്പൊ 4y കോൺസ്റ്റന്റ് ആണ്. 3x സ്ക്വയർ കൂടെ വരുമ്പോഴത്തേക്ക് 12x സ്ക്വയർ വൈ എന്ന് വന്നു. അപ്പൊ കണ്ടോ, ഒരു ടേം മാറിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു മാറ്റം ഇവിടെ വന്നു. ഇനി എന്താണ്? നമുക്ക് ഇത് രണ്ടും വേണ്ടല്ലോ. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ചെയ്ത് നോക്കാം. എന്താണ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറഞ്ഞാൽ ഈ ഡോ വൈ ബൈ ഡോ എക്സിനെ ഒരിക്കൽ കൂടെ എക്സിന് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇതിനെ ഒരിക്കൽ കൂടെ വൈക്ക് ചെയ്താലും മതി. രണ്ടായാലും ഈക്വലാണ് കിട്ടുന്നത്. ഈക്വൽ ആണോ എന്ന് നമുക്ക് നോക്കാം. ഇതിന് ഒരിക്കൽ കൂടെ എക്സ് നെയിം എന്താണ്? ഇതിന് ഈ ഡോ എഫ് ബൈ ഡോ വൈ ഒരിക്കൽ കൂടെ എക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 3y സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. എക്സിനാണ് ചെയ്യുന്നത്. 3x സ്ക്വയറിന് 2x പ്ലസ് എക്സിനാണ് 4x ക്യൂബ്. അപ്പൊ എന്ത് വരും? 6xy സ്ക്വയർ പ്ലസ് 4y ക്യൂബ് 4x ക്യൂബ്. ഇതേപോലെ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് ചെയ്ത് നോക്കാം. ഡോ എഫ് ബൈ ഡോ എക്സിന് ഒരിക്കൽ കൂടെ വൈക്ക്. ഡോ എഫ് ബൈ ഡോ എക്സിന് ഒരിക്കൽ കൂടെ വൈക്ക് ചെയ്യുമ്പോൾ എന്താണ്? വൈക്കാണ് ചെയ്യണത്. അപ്പൊ 2x കോൺസ്റ്റന്റ് ആണ്. y ക്യൂബിന് 3y സ്ക്വയർ പ്ലസ് 4x ക്യൂബ്. വൈക്ക് 1 ആണ്. ഇത് രണ്ടും സെയിം അല്ലേ? 6xy സ്ക്വയർ പ്ലസ് 4x ക്യൂബ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്. ഉണ്ടോ? അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഒരു കുഞ്ഞു ക്വസ്റ്റൻ ആണ്, അതേപോലെ അത് KP ക്വസ്റ്റൻ ആണ്. Z ഈക്വൽ ടു എഫ് സ്ക്വയർ വൈ എന്നറിയാം. ഇത് രണ്ടും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എന്താണ്? നമുക്ക് ആദ്യം ഡോ ഇസഡ് ബൈ ഡോ എക്സ് കാണാം. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ എക്സ് സ്ക്വയറിന് 2x, വൈ അതേപോലെ. ഡോ ഇസഡ് ബൈ ഡോ വൈ എന്താണ്? എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ്, വൈക്ക് 1. ഇനി എന്താണ്? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ. ഡോ വൈ ഡോ ഇത് ചെയ്ത് നോക്കാം. അതായത് ഡോ ഇസഡ് ബൈ ഡോ എക്സിനെ ഒരിക്കൽ കൂടെ വൈക്ക് ചെയ്യുന്നു. ഡോ ഇസഡ് ബൈ ഡോ എക്സിനെ ഒരിക്കൽ കൂടെ വൈക്ക് ചെയ്യുമ്പോൾ എന്താണ്? വൈക്ക് ചെയ്യുമ്പോൾ 2x. അടുത്തെന്താണ്? ഇതേപോലെ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ. ഇതിന്റെ മീനിങ് എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ വൈനെ ഒരിക്കൽ കൂടെ എക്സിന് ചെയ്യുന്നു. ഡോ ഇസഡ് ബൈ ഡോ വൈനെ ഒരിക്കൽ കൂടെ എക്സിന് ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? ഇതിന് ഒരിക്കൽ കൂടെ എക്സിന് ചെയ്താലും 2x തന്നെയാണ്. രണ്ടും ഈക്വൽ ആണല്ലോ. അതായത് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സ് തന്നെയാണ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ. ഇത് രണ്ടും ഈക്വൽ ആണ്. വീണ്ടും ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ഇസഡ് തന്നിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ടും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇസഡ് എന്താണ്? എക്സ് സ്ക്വയർ വൈ പ്ലസ് 5y ക്യൂബ് ആണ്. ഇവിടെ നിന്ന് ആദ്യം ഡോ ഇസഡ് ബൈ ഡോ എക്സ് ചെയ്യാം. എന്താണ് ഡോ ഇസഡ് ബൈ ഡോ എക്സ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ എക്സ് സ്ക്വയറിന് 2x വൈ. 5y ക്യൂബ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ട് വേണ്ട, 0 ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സ് ചെയ്യാം. എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ എക്സിനെ ഒരിക്കൽ കൂടെ വൈക്ക്. ഡോ ഇസഡ് ബൈ ഡോ എക്സിനെ ഒരിക്കൽ കൂടെ വൈക്ക്. അതെന്ത് വരും? വിത്ത് റെസ്പെക്ട് വൈ എടുക്കുമ്പോൾ 2x ആണ്. ഇനി എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ വൈ ചെയ്ത് നോക്കാം. ഡോ ഇസഡ് ബൈ ഡോ വൈ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x സ്ക്വയർ ആണ്. പ്ലസ് വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ്? 15y സ്ക്വയർ വരും. 15y സ്ക്വയർ വരും. ഇനി എന്താണ്? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ. ഇതെന്താണ്? ഡോ ഇസഡ് ബൈ ഡോ വൈനെ ഒരിക്കൽ കൂടെ എക്സിന് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയറിന് 2x ആണ്. 15y സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ 0 ആണ്.
രണ്ടും ഈക്വൽ കിട്ടി. ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ വൈ ഡോ എക്സ് തന്നെയാണ് ഡോ സ്ക്വയർ ഇസെഡ് ബൈ ഡോ എക്സ് ഡോ വൈ. അത് രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടി. അടുത്തൊരു KQ ക്വസ്റ്റ്യൻ ആണ്. തെറ്റാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യു തന്നിട്ടുണ്ട്. യു ഈക്വൽ ടു എക്സ് സ്ക്വയർ ടാൻ ഇൻവേഴ്സ് y by x മൈനസ് y സ്ക്വയർ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൈ. നമുക്ക് ഇവിടെ നിന്ന് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ് കാണണം. അതായത് ആദ്യം ഡോ യു ബൈ ഡോ എക്സ് കാണണം. ഡോ യു ബൈ ഡോ എക്സ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യണത്. അപ്പൊ എക്സ് ഇവിടെയും ഉണ്ട്, എക്സ് ഇവിടെയും ഉണ്ട്. അപ്പൊ എന്ത് വേണം? പ്രോഡക്റ്റ് കൂടെ വേണം. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ടാൻ ഇൻവേഴ്സ് എക്സിന് എന്താണ്? 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അപ്പം 1/1 പ്ലസ് എക്സിന്റെ സ്ഥാനത്ത് y ബൈ എക്സിനാണ് സ്ക്വയർ. അപ്പം y സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു പിന്നെ എന്ത് വേണം? y ബൈ എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? y കോൺസ്റ്റന്റ് ആണ്. 1/xന് മൈനസ് 1/x സ്ക്വയർ എന്ന് വരും. അപ്പം മൈനസ് y ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പൊ അത്രയും ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടാൻ ഇൻവേഴ്സ് എക്സിന് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഇവിടെ y ബൈ എക്സ് ആണ്, അതിന്റെ സ്ക്വയർ y സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു പിന്നെ y ബൈ എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് വേണം. y കോൺസ്റ്റന്റ് ആണ്. 1/xന് മൈനസ് 1/x സ്ക്വയർ എന്ന് വരും. അപ്പൊ മൈനസ് y ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഇനി എന്താണ്? സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്താണ്? എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് 2x മൈനസ് ഇനി എന്താണ്? y സ്ക്വയർ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൈക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് നോക്കണം. അപ്പൊ y സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. y സ്ക്വയർ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എന്താണ്? 1/1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ. ഇനി എന്താണ്? എക്സ് ബൈ വൈക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? 1/y ആണ് കോൺസ്റ്റന്റ്, എക്സിന് 1 ആണ്. അപ്പം 1/y ഇത്രയും വരും. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് ഈ എക്സ് സ്ക്വയറും ഈ എക്സ് സ്ക്വയറും വെട്ടിക്കളയാലോ. അപ്പം മൈനസ് y ബൈ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ഒരു എക്സ് സ്ക്വയറും കൂടെ വരും. ഇത് വെട്ടിക്കളഞ്ഞിട്ട് മൈനസ് y ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ്. ഇനി എന്താണ്? ഇവിടെ ഒരു y സ്ക്വയർ വരും. അത് പക്ഷെ മുകളിൽ കയറിക്കൊള്ളോ. ഇവിടെ ഒരു y വെട്ടിപ്പോകും. മൈനസ് y ബൈ ഈ y സ്ക്വയറും വൈയും കൂടെ വെട്ടിപ്പോയിട്ട് മൈനസ് y ബൈ ഇവിടെ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ഒരു y സ്ക്വയർ ഇങ്ങനെ വരും. ഇനി എന്താണ്? ഈ എക്സ് സ്ക്വയർ ഇവിടെ മുകളിൽ വരും. അപ്പോഴത്തേക്ക് മൈനസ് എക്സ് സ്ക്വയർ y ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2x ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ്. ഇതെന്താണ്? മൈനസ് ഈ y സ്ക്വയർ കൂടെ മുകളിൽ പോരും. അപ്പോഴത്തേക്ക് y ക്യൂബ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമ്മൾ ഡോ യു ബൈ ഡോ എക്സ് ആയതേ ഉള്ളൂ. y ക്യൂബ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ ടേമിനെ കുറച്ചും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെഴുതാം. അതായത് ഇതിപ്പം ഡോ യു ബൈ ഡോ എക്സ് ആണ്. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഇതിനാദ്യം എഴുതാം. 2x ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ്. ബാക്കി രണ്ട് ടേമും കൂടെ ആഡ് ചെയ്ത് എഴുതാം. ബാക്കി രണ്ട് ടേമിലും എക്സ് സ്ക്വയർ ഡിനോമിനേറ്റർ സെയിം അല്ലേ. അപ്പൊ ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ പോരെ. ഒരു മൈനസ് ഉണ്ട്. മൈനസ് വെളിയെടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. മൈനസ് ആണ്. ന്യൂമറേറ്റർ എന്ത് വരും? എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ ക്യൂബ് എന്ന് വരും. ഇതല്ലേ. ഇവിടെ നമുക്ക് ഒരു വൈ സ്ക്വയർ വൈ വെളിയിലാക്കാം. അതായത് 2x ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ് മൈനസ് ഇവിടെ നിന്ന് ഒരു y വെളിയിലാക്കിയാൽ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു y ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ നമുക്ക് ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വെട്ടിക്കളഞ്ഞൂടെ. അപ്പൊ എന്ത് വരും? 2x ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ് മൈനസ് y എന്ന് കിട്ടി. ഒത്തിരി സിമ്പിളായി. ഇത് നമുക്ക് ഒരിക്കൽ കൂടെ ചെയ്യണം. ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ്. അതായത് ഈ കിട്ടിയതിനെ ഒരിക്കൽ കൂടെ വൈക്കും കൂടെ ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ ആവും. ഈ കിട്ടിയതിനെ ഒരിക്കൽ കൂടെ വൈക്കി
ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ്. അപ്പൊ എന്താണ് വൈക്കാണ് ചെയ്യേണ്ടത്. അപ്പൊ 2x കോൺസ്റ്റന്റ്. എന്താണ് ടാൻ ഇൻവേഴ്സിന് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ബൈ എക്സിന് വിത്ത് റെസ്പെക്ട് ടു വൈ വേണം. വൈ ബൈ എക്സിന് വിത്ത് റെസ്പെക്ട് ടു വൈ എന്താണ് 1 ബൈ എക്സ് കോൺസ്റ്റന്റ് ആണ്. വൈക്ക് 1 വരും. അപ്പം 1 ബൈ എക്സ് മൈനസ് വൈക്ക് 1 ഇതാണ് കിട്ടുന്നത്. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ എക്സും എക്സും വെട്ടിപ്പോവും. ഇവിടെ ഒരു എക്സ് സ്ക്വയർ മുകളിൽ കയറി വരും. 2x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും. ഇതിനൊന്ന് ആഡ് കയറുമ്പോഴത്തേക്ക് 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ഇതിനിപ്പോൾ 1 ബൈ 1 എന്ന് എഴുതാമല്ലോ. അപ്പൊ 2x സ്ക്വയർ ഇവിടെ എന്താണ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. താഴെ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിന് മേലും എന്ത് വരും 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് കിട്ടിയത്. കണ്ടോ ഒരു ചെറിയ ആൻസറും കിട്ടി. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന ആൻസറും കിട്ടി. അടുത്ത 20th ക്വസ്റ്റൻ ആണ്. ഒരു കുഞ്ഞു ക്വസ്റ്റൻ ആണ്. എഫ് എക്സ് വൈ അറിയാം. നമുക്ക് എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ ഈക്വൽ ടു 0 എന്നുള്ള ലാപ്ലേസസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയണം. അപ്പൊ ഈ ഇക്വേഷന്റെ പേരാണ് ലാപ്ലേസസ് ഇക്വേഷൻ. അതായത് എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ലാപ്ലേസസ് ഇക്വേഷൻ ആണ്. അതായത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടിയാൽ അതെന്താണ് ലാപ്ലേസസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാം. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വൈ എന്താണ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ പ്ലസ് ഇ റൈസ് ടു വൈ സൈൻ എക്സ്. അപ്പൊ എന്താണ് നമുക്ക് എഫ് എക്സ് ചെയ്ത് നോക്കാം. എഫ് എക്സ് എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പൊ ഇ റൈസ് ടു എക്സിന് ഇ റൈസ് ടു എക്സ് എന്ന സൈൻ ബൈ കോൺസ്റ്റന്റ് ആണ്. പ്ലസ് വിത്ത് റെസ്പെക്ട് ടു എക്സിനാണ്. അപ്പൊ ഇ റൈസ് ടു വൈ കോൺസ്റ്റന്റ് ആണ്. സൈൻ എക്സിന് എന്താണ് കോസ് എക്സ്. അപ്പൊ എഫ് എക്സ് എക്സ് എന്ത് വരും എഫ് എക്സ് എക്സ് ഇ റൈസ് ടു എക്സിന് ഒരിക്കൽ കൂടെ ഇ റൈസ് ടു എക്സ് തന്നെയാണ്. സൈൻ ബൈ കോൺസ്റ്റന്റ് ആണ്. പ്ലസ് ഇ റൈസ് ടു വൈ കോസ് എക്സിനോ ഇ റൈസ് ടു വൈ കോൺസ്റ്റന്റ് ആണ്. കോസ് എക്സിന് മൈനസ് സൈൻ എക്സ് എന്ന് വരും. അപ്പൊ എന്താണ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ മൈനസ് ഇ റൈസ് ടു വൈ സൈൻ എക്സ് എന്ന് കിട്ടും. ഇനി എന്താണ് എഫ് വൈ വൈ. എഫ് വൈ ചെയ്യുമ്പോൾ എന്താണ് എഫ് വൈ ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സ് കോൺസ്റ്റന്റ് ആണ്. സൈൻ വൈക്ക് കോസ് വൈ പ്ലസ് ഇ റൈസ് ടു വൈന് വിത്ത് റെസ്പെക്ട് വൈ ഇ റൈസ് ടു വൈ തന്നെയാണ്. സൈൻ എക്സ് കോൺസ്റ്റന്റ് വൈക്കല്ലേ. അപ്പൊ എഫ് വൈ വൈ എന്താണ് രണ്ട് തവണ വൈക്ക് ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈക്ക് മൈനസ് സൈൻ വൈ പ്ലസ് വൈക്കാണ് ഇ റൈസ് ടു വൈ ഇ റൈസ് ടു വൈ തന്നെ സൈൻ എക്സ് അതുപോലെ എഴുതണം കോൺസ്റ്റന്റ് അല്ലേ. ഇനി അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കിക്കേ. എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ ഇ റൈസ് ടു എക്സ് സൈൻ വൈ മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ വെട്ടിപ്പോകും. മൈനസ് ഇ റൈസ് ടു വൈ സൈൻ എക്സ് പ്ലസ് ഇ റൈസ് ടു വൈ സൈൻ എക്സ് അതും വെട്ടിപ്പോകും. ബാക്കി 0 കിട്ടും. അതായത് ലാപ്ലേസസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു. അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. യു തന്നിട്ടുണ്ട്. യു ഈക്വൽ ടു ലോഗ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസെഡ് ക്യൂബ് മൈനസ് 3xy(z). യു തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം. ഇത് ചെയ്യണമെങ്കിൽ ആദ്യം ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും ഡോ യു ബൈ ഡോ ഇസെറ്റും കണ്ടുപിടിക്കണം. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യണം. ഇത്രയും ആദ്യം ചെയ്യാം. ഡോ യു ബൈ ഡോ എക്സ് എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ലോഗിന് 1 ബൈ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസെഡ് ക്യൂബ് മൈനസ് 3xy(z). ഇനി എന്താണ് ഇതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ് എക്സ് ക്യൂബിന് 3x², വൈ ക്യൂബും പ്ലസ് ഇസെഡ് ക്യൂബിനകത്ത് എക്സ് ഇല്ല 0 മൈനസ് ഇവിടെ എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ 3yz ഇങ്ങനെ വരും. ഇനി അടുത്തെന്താണ് ഡോ യു ബൈ ഡോ വൈ എന്താണ് ഡോ യു ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ വരുമ്പോഴും ആദ്യം 1 ബൈ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസെഡ് ക്യൂബ് മൈനസ് 3xy(z). ഇനി എന്താണ് ഇതിന് വിത്ത് റെസ്പെക്ട് വൈ വരുമ്പോൾ എന്ത് വരും 3y² മൈനസ് ഇവിടെ വൈക്ക് വരുമ്പോഴത്തേക്ക് മൈനസ് 3xz. അടുത്ത ഡോ യു ബൈ ഡോ വൈ നോക്കണം. ഡോ യു ബൈ ഡോ ഇസെഡ് ലോഗിന് 1 ബൈ ആണ് 1 ബൈ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസെഡ് ക്യൂബ് മൈനസ് 3xy(z) ഇൻറ്റു വിത്ത് റെസ്പെക്ട് ഇസെഡ് എന്താണ്
3z² മൈനസ് 3xy ഇത് വരും. ഇനി ഇത് മൂന്നും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കണം. അതായത് ∂u/∂x പ്ലസ് ∂u/∂y പ്ലസ് ∂u/∂z. നമ്മുടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മാത്രം മതി. ന്യൂമറേറ്റർ എന്താണ്? 3x² മൈനസ് 3yz പ്ലസ് 3y² മൈനസ് 3xz പ്ലസ് 3z² മൈനസ് 3xy ബൈ x³ പ്ലസ് y³ പ്ലസ് z³ മൈനസ് 3xyz എന്ന് വരും. ഇവിടെ എന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ മുകളിൽ നിന്ന് ഒരു 3 വെളിയിലെടുക്കാം. അപ്പോഴത്തേക്ക് എന്ത് വരും? ഒരു 3 വെളിയിലെടുക്കുന്നു. x² മൈനസ് 3yz പ്ലസ് y² മൈനസ് 3 എടുത്തല്ലോ, 3 വെളിയിലെടുത്തു, മൈനസ് xz പ്ലസ് z² മൈനസ് xy ബൈ ഈ x³ പ്ലസ് y³ പ്ലസ് z³ മൈനസ് 3xyz നമുക്ക് ഒരു ഇങ്ങനെ എഴുതാം. x³ പ്ലസ് y³ പ്ലസ് z³ മൈനസ് 3xyz. ഇതിന് നമുക്കൊന്ന് മാറ്റി എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ മുകളിലത്തേന് 3 ഇൻറ്റു x² പ്ലസ് y² പ്ലസ് z² ഒരുമിച്ചാക്കിയിട്ട് മൈനസ് yz മൈനസ് xz മൈനസ് xy ആണല്ലോ ബൈ ഇതിന് നമുക്ക് x പ്ലസ് y പ്ലസ് z ഇൻറ്റു ഒന്ന് ഓർത്തിരിക്കുക. ഇതിന് നമുക്ക് എഴുതാൻ പറ്റുന്നത് x പ്ലസ് y പ്ലസ് z ഇൻറ്റു ഇതേട്ടെ x² പ്ലസ് y² പ്ലസ് z² മൈനസ് yz മൈനസ് xz മൈനസ് xy എന്ന് എഴുതാം. ഇതൊന്ന് ഓർത്തിരിക്കുക. ഈ ടേമിന് നമുക്ക് ഒരു x പ്ലസ് y പ്ലസ് z വെളിയിലായി കഴിഞ്ഞാൽ ബാക്കി ഇതേ ടേം വരും. അപ്പൊ എന്താണ്? വേണ്ട, ഇതും വെട്ടിപ്പോവും. അപ്പൊ എന്ത് വരും? 3/x പ്ലസ് y പ്ലസ് z എന്ന് കിട്ടും. ആൻസർ ആയില്ല. ഇനി എന്താണ്? ഇത് വേണം. ഇപ്പൊ 3/x പ്ലസ് y പ്ലസ് z എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇതെന്താണ്? ∂u/∂x പ്ലസ് ∂u/∂y പ്ലസ് ∂u/∂z ആണ് കിട്ടിയത്. ∂u/∂x പ്ലസ് ∂u/∂y പ്ലസ് ∂u/∂z എന്ന് പറയുന്നത് 3/x പ്ലസ് y പ്ലസ് z എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് വേണം? ഇത് കണ്ടുപിടിക്കണം. ഇതെന്താണ്? ∂u/∂x പ്ലസ് ∂u/∂y പ്ലസ് ∂u/∂z ദ ഹോൾ സ്ക്വയർ u എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 തവണ എഴുതണം. ∂u/∂x പ്ലസ് ∂u/∂y പ്ലസ് ∂u/∂z ഇൻറ്റു വീണ്ടും ∂u/∂x പ്ലസ് ∂u/∂y പ്ലസ് ∂u/∂z പിന്നെ ഒരു u കൂടെ. ഇതിന്റെ ഹോൾ സ്ക്വയർ അല്ലേ, അപ്പൊ അതിനെ 2 തവണ എഴുതി പിന്നെ ഒരു u കൂടെ. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഈ u ഇവിടെ അകത്തോട്ട് കയറി വരും. അപ്പൊ ∂u/∂x പ്ലസ് ∂u/∂y പ്ലസ് ∂u/∂z ഇൻറ്റു എന്താണ്? ഈ u അകത്തോട്ട് കയറി വരുമ്പോൾ എല്ലാവർക്കും വരുമല്ലോ. ∂u/∂x പ്ലസ് ∂u/∂y പ്ലസ് ∂u/∂z അല്ലേ. ഇനി ഈ സം നമുക്കറിയാം. ഇതെന്താണ്? 3 ആണ്. അതായത് ∂u/∂x പ്ലസ് ∂u/∂y പ്ലസ് ∂u/∂z ഇൻറ്റു അതെന്താണ്? 3/x പ്ലസ് y പ്ലസ് z ആണ്. ഇതല്ലേ. അപ്പൊ ഇനി ഇത് ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എന്താണ്? ∂u/∂x ഓഫ് ഇത് ബ്രാക്കറ്റ് മാറ്റുമ്പോഴത്തേക്ക് ∂u/∂x ആദ്യം ഒരു 3 വെളിയിലാക്കാം. 3 വെളിയിലാക്കിയിട്ട് ∂u/∂x ഓഫ് 1/x പ്ലസ് y പ്ലസ് z പ്ലസ് ∂u/∂y ഓഫ് 1/x പ്ലസ് y പ്ലസ് z പ്ലസ് ∂u/∂z ഓഫ് 1/x പ്ലസ് y പ്ലസ് z ഇതല്ലേ.
അപ്പം ആദ്യം ഡോ ബൈ ഡോ എക്സ് ഓഫ്, അടുത്ത് ഡോ ബൈ ഡോ വൈ ഓഫ്, അടുത്ത് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ്. ഇതാണ്. അപ്പൊ ഇത് 3 വെളിയിലാക്കി. ഇനി എന്താണ് 3 വെളിയിലുണ്ട്. എന്താണ് ഡോ ബൈ ഡോ എക്സ് ഓഫ് 1 ബൈ ന് 1 ബൈ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ എന്നുണ്ട്. മൈനസ് 1 ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ദ ഹോൾ സ്ക്വയർ. ഇനി എന്താണ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡിന് വിത്ത് റെസ്പെക്ട് എക്സ് എടുക്കുമ്പോൾ 1 ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവിടെ എന്താണ് 1 ബൈക്ക് മൈനസ് 1 ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡിന് വിത്ത് റെസ്പെക്ട് വൈ ഒരു 1 കൂടെ ഉള്ളൂ. മൈനസ് അവിടെ എന്താണ് എക്സ് പ്ലസ് വൈ പ്ലസ് മൈനസ് 1 ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ എന്ത് വരും 3 ടൈം മൈനസ് വെളിയിലെടുക്കാം. ഇതിപ്പോ എന്താണ് മൈനസ് 3 ടൈംസ്, മൈനസ് 1 ടൈം മൈനസ് 1 ടൈം മൈനസ് 1 ടൈം മൈനസ് 3 ടൈം. അപ്പൊ ഇത് കൂടെ ആകുമ്പോൾ മൈനസ് 9 ടൈംസ് എന്തോന്നാണ് മൈനസ് 9 ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ദ ഹോൾ സ്ക്വയർ. നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞില്ലേ, RHS കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ഇതും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് വൈ അറിയാം. നമുക്ക് ലാപ്ലേസസ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എഫ് ഓഫ് എക്സ് വൈ എന്താണ് 2 tan ഇൻവേഴ്സ് y ബൈ എക്സ്. നമുക്ക് എന്താണ് ആദ്യം ഡോ എഫ് ബൈ ഡോ എക്സ്. ഡോ എഫ് ബൈ ഡോ എക്സ് എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്താണ് 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സിന് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഇവിടെ y ബൈ എക്സ് ആയതുകൊണ്ട് y സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു y ബൈ എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് വേണം. അപ്പൊ മൈനസ് y ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ എക്സ് സ്ക്വയർ മുകളിൽ കയറി വരും. ഈ എക്സ് സ്ക്വയറോട് വെട്ടിപ്പോകും. മൈനസ് 2y ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ഇനി എന്താണ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ വരുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ എക്സിനാണ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് 2y കോൺസ്റ്റന്റ് ആണ്. 1 ബൈ എക്സ് എന്താണ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. പിന്നെ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒരിക്കൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് 2x. അപ്പൊ എന്ത് വരും പ്ലസ് ആണ് 4xy ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. 4xy ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇനി എന്താണ് നമുക്ക് ഡോ എഫ് ബൈ ഡോ വൈ ചെയ്ത് നോക്കാം. ഡോ എഫ് ബൈ ഡോ വൈ. ഡോ എഫ് ബൈ ഡോ വൈ എന്താണ് ഇവിടെ ഒരു ടേം മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അതായത് ആദ്യം 2 ടാൻ ഇൻവേഴ്സിന് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇവിടെ വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. അടുത്ത് എന്താണ് y ബൈ എക്സിന് വിത്ത് റെസ്പെക്ട് ടു y എന്താണ് y ബൈ എക്സിന് വിത്ത് റെസ്പെക്ട് ടു y 1 ബൈ എക്സ് ആണ്. 1 ബൈ എക്സ് കോൺസ്റ്റന്റ് ആണ്. yക്ക് 1 വരും, 1 ബൈ എക്സ് വരും. അപ്പൊ എന്ത് വരും ഇവിടെ ഒരു എക്സ് സ്ക്വയർ മോളിൽ കയറും, ഇവിടെ ഒരു എക്സ് വെട്ടിപ്പോകും. 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. ഇവിടെ എക്സ് സ്ക്വയർ വരും, ആഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ വരും. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും. ഈ എക്സ് സ്ക്വയർ മുകളിൽ കയറുമ്പോഴത്തേക്ക് ഈ എക്സിനായിട്ട് വെട്ടിപ്പോയിട്ട് 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ഒരിക്കൽ കൂടെ വൈക്ക് ചെയ്യുമ്പോൾ എന്താണ് ഒരിക്കൽ കൂടെ വൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് 2x കോൺസ്റ്റന്റ് ആണ്. 1 ബൈന് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ്. മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണ്. ഇനി എന്താണ് വൈ സ്ക്വയറിന് വിത്ത് റെസ്പെക്ട് ടു y 2y വരും. അപ്പോഴത്തേക്ക് മൈനസ് 4xy ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഇനി ഒന്ന് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കിക്കേ, 0 അല്ലേ. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ആഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 0 ആണ്. ഇതെന്താണ് സാറ്റിസ്ഫൈസ് ദ ലാപ്ലേസസ് ഇക്വേഷൻ. ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.